എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വരാനിരിക്കുന്ന ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹമാറ്റങ്ങളെക്കുറിച്ചും ഈ മാറുന്ന ഗ്രഹസ്ഥിതി വെച്ച് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽപാദം, അനിഴം, അതുപോലെ തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ആഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ജ്യോതിഷപരമായി വളരെ നിർണായകമായ പല മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു മാസമാണ്. സൂര്യൻ, ബുധൻ, ചൊവ്വ തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റം ഈ മാസം നടക്കുന്നുണ്ട്. ഈ രാശിമാറ്റം നിങ്ങളുടെ തൊഴിലിനെയും സാമ്പത്തികത്തെയും അതുപോലെ ആരോഗ്യം, കുടുംബജീവിതം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലൊക്കെ എങ്ങനെ അത് പ്രതിഫലിക്കും, ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ ജാഗ്രതയൊക്കെ പാലിക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ മേഖലയിലായിരിക്കും നിങ്ങളുടെ ഭാഗ്യമൊക്കെ തുണയ്ക്കുക, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായും വിശദമായും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം വൃശ്ചികക്കൂറുകാർ ചെയ്യേണ്ട പരിഹാര മാർഗത്തെയും പറ്റി പറയുന്നുണ്ട്. ആദ്യമായി ആഗസ്റ്റ് മാസത്തിലെ പൊതുവായ ഗ്രഹനിലയൊന്ന് പരിശോധിക്കാം. ആഗസ്റ്റ് 16 വരെ നിങ്ങളുടെ 9ാം ഭാവമായ കർക്കിടകൻ രാശിയിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. 16-ാം തീയതിക്ക് ശേഷം സൂര്യൻ സ്വന്തം ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നുമുണ്ട്. ചൊവ്വ മാസം മുഴുവൻ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. മാസത്തിൻ്റെ തുടക്കത്തിൽ ബുധൻ മിഥുനൻ രാശിയിലും ആഗസ്റ്റ് 5-ന് ശേഷം കർക്കിടകൻ രാശിയിലേക്കും ആഗസ്റ്റ് 22-ഓടെ ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നുമുണ്ട്. ശുക്രൻ മാസം മുഴുവൻ കന്നി രാശിയിലാണ് നിൽക്കുന്നത്. അതുപോലെ ശനി നിങ്ങളുടെ 5ാം ഭാവമായ മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. രാഹു 4ാം ഭാവമായ കുംഭൻ രാശിയിലും കേതു 10ാം ഭാവമായ ചിങ്ങൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിലെയും അതുപോലെ 10ാം ഭാവത്തിലെയും ഒക്കെ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ തൊഴിൽ, കർമ്മരംഗം, പിതാവുമായിട്ടുള്ള ബന്ധം, ഭാഗ്യം എന്നിവയൊക്കെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. ഇനി ഓരോ മേഖലയായിട്ട് നമുക്ക് ഇവ വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കാര്യമെടുക്കാം. സൂര്യൻ 9ാം ഭാവത്തിലാണ്. അതുപോലെ നിങ്ങളുടെ ലഗ്നാധിപനായ ചൊവ്വ 8ാം ഭാവത്തിലുമാണ്. അതിനാൽ ആഗസ്റ്റ് 16 വരെയുള്ള സമയം തൊഴിൽ രംഗത്തെ ചില തടസ്സങ്ങൾക്കോ മേലധികാരികളിൽ നിന്നുള്ള അനാവശ്യ സമ്മർദ്ദങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. എത്ര കഠിനാധ്വാനം ചെയ്താലും അതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അംഗീകാരം ലഭിച്ചെന്ന് വരികയില്ല. ജോലിയിലൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ സമയത്തൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ ചിന്തിച്ചൊക്കെ മാത്രം തീരുമാനമെടുക്കുക. ഇനി മാസത്തിൻ്റെ 2ാം പകുതി, ഇവിടെയാണ് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മറിയുന്നത്. ആഗസ്റ്റ് 16-ന് ശേഷം 10ാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നുണ്ട്. സൂര്യൻ ഈ 10ാം ഭാവത്ത് ദിഗ്ബലം പ്രാപിക്കുന്ന സൂര്യനെ ആ 10ാം ഭാവത്തിൽ വരുന്നത് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റത്തിനൊക്കെ വഴിയൊരുക്കുന്നതാണ്. പ്രൊമോഷന്, ശമ്പള വർധനവ് എന്നിവയ്ക്കൊക്കെയും സാധ്യതയുണ്ട് ഈ സമയത്ത്. അതുപോലെ ഗവൺമെൻറ് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും PSC ഒക്കെ പരീക്ഷകളൊക്കെ എഴുതിയവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ നേരത്തെ നിങ്ങൾ ജോലിയുടെ എന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് പുനരാരംഭിക്കാനും സാധിക്കുന്നതാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ സാന്നിധ്യം ബിസിനസ്സിലെ ലാഭവർധനവിനൊക്കെ കാരണമാകുന്നതാണ്. പുതിയ ബിസിനസ് പങ്കാളിത്തമൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം 8ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള തർക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ധനപരമായിട്ടൊക്കെ നോക്കിയാൽ ബിസിനസ്സിൽ മികച്ച പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ആഗസ്റ്റ് മാസം സാമ്പത്തികമായി വളരെ അനുകൂലമായ ഒന്നാണ്. കാരണം നിങ്ങളുടെ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. മുൻപ് കുടുങ്ങിപ്പോയ പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോഴുള്ള വരുമാനം കൂടാതെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അഡീഷണൽ വരുമാനത്തിനുള്ള മാർഗങ്ങളും ഈ സമയത്ത് തെളിയുന്നതാണ്. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ ഒക്കെ നിക്ഷേപിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ മാസം നല്ല രീതിയിലുള്ള ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്.
8ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും 4ലെ രാഹുവും ഒക്കെ കാരണം നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ചില ചിലവുകളൊക്കെ വരാം. പ്രത്യേകിച്ചും വാഹനത്തിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണികളെ, അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികളെ, അല്ലെങ്കിൽ ആരോഗ്യപരമായ എന്തെങ്കിലും ആശുപത്രി ചിലവുകളെ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടാവുന്നതാണ്. വരവൊക്കെ നല്ല രീതിയിലൊക്കെ ഉണ്ടാകുമെങ്കിലും അനാവശ്യമായ ആഡംബര ചിലവുകളൊക്കെ കുറയ്ക്കേണ്ടതാണ്. ചൊവ്വ 8ലൊക്കെ നിൽക്കുന്നതിനാൽ പെട്ടെന്നുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ചെന്ന് തല വെക്കുകയും അരുത്. അത് നിങ്ങൾക്ക് നഷ്ടം വരുത്താനും സാധ്യതയുണ്ട്. ഇനി കുടുംബ ജീവിതത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ഒക്കെ നോക്കിയാൽ 4ാം ഭാവത്തിൽ രാഹുവാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള മനസമാധാന കുറവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. കാരണം 8ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ദേഷ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ ആ ബന്ധത്തിൽ വിട്ടുവീഴ്ച മനോഭാവം വളരെയധികം അത്യാവശ്യമാണ്. ആഗസ്റ്റ് 22-നൊക്കെ ശേഷം ബുധൻ 10ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതോടെ പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ വൃശ്ചികം രാശിയിൽ വരുന്ന അവിവാഹിതരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലാണ് ശുക്രൻ. ആ ശുക്രൻ നല്ല ഫലമാണ് തരുന്നത്. പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. വിവാഹ ആലോചനകളിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു പങ്കാളിയൊക്കെ കണ്ടെത്താനും ഈ മാസം സാധിക്കുന്നതാണ്. ഈ വൃശ്ചികക്കൂറിൽ വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റ് 5-ന് ശേഷമുള്ള സമയം വളരെയധികം മികച്ചതാണ്. ബുധൻ 9ലേക്ക് രാശി മാറുന്നു. പിന്നീട് 10ലേക്കുമൊക്കെ മാറുന്നതോടെ പഠനത്തിലൊക്കെ നല്ല രീതിയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് നല്ല ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകളും ലഭിക്കുന്നതാണ്. ഇനി ഈ മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് ആരോഗ്യമാണ്. നിങ്ങളുടെ ലഗ്നാധിപനായ ചൊവ്വ 8ാം ഭാവത്തിലാണ്. അതിനാൽ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും അഗ്നി ആയുധങ്ങൾ എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തണം. അതുപോലെ രക്തസമ്മർദ്ദം, ഉഷ്ണരോഗങ്ങളെ, വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളെ എന്നിവയൊക്കെ ഉള്ളവർ കൃത്യമായ പരിശോധനകളൊക്കെ നടത്തേണ്ടതാണ്. ചെറിയ ലക്ഷണങ്ങൾ പോലും നിസ്സാരമായി കാണരുത്. ഇനി വൃശ്ചികക്കൂറിലെ 3 നക്ഷത്രക്കാർക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുകയെന്ന് നോക്കാം. വിശാഖംകാർക്ക് സാമ്പത്തികമായി വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു മാസമാണ്. വിദേശത്തു നിന്നും പുതിയ അവസരങ്ങളൊക്കെ വരാം. എന്നാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധ വേണം. അതുപോലെ യാത്രയിലും. അനിഴ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ആഗസ്റ്റ് 16-ന് ശേഷം തൊഴിലിൽ അംഗീകാരവും അതുപോലെ പ്രമോഷനുമൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങളെ തേടി പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ എത്തും. കുടുംബത്തിലുണ്ടായിരുന്ന തർക്കങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. ഇനി തൃക്കേട്ടക്കാരുടെ കാര്യം നോക്കിയാൽ ബുധൻ്റെ മാറ്റം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. ബിസിനസ്സിലൊക്കെ വളർച്ചയുണ്ടാകും. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കാൻ സാധിക്കും. എന്നാൽ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ്. അതുപോലെ ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയ ആശയക്കുഴപ്പങ്ങൾ വരാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണദോഷ സമ്മിശ്രമൊക്കെ ആയി ഈ ആഗസ്റ്റ് മാസത്തിൽ ദോഷഫലങ്ങളൊക്കെ കുറച്ച് ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ വൃശ്ചികക്കൂറുകാർ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലഗ്നാധിപനായ ചൊവ്വ 8-ൽ നിൽക്കുന്നതിനാൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം, പഞ്ചാമൃതമൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ഓം ശരവണഭവ എന്ന മന്ത്രം ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ജപിക്കുക. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്യുന്നത് തൊഴിൽ രംഗത്തെ തടസ്സങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കും. അതുപോലെ ശനിദോഷ പരിഹാരത്തിന് ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുകയോ അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുകയോ ഒക്കെ ചെയ്യുക. ഈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് വിജയത്തിലേക്ക് കുതിക്കാനുള്ളൊരു മാസമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും ശ്രദ്ധയും ഒക്കെ നിങ്ങളെ ഉന്നതിയിലെത്തിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.